ഒരു മലയോര ഗ്രാമത്തിനാകെ ഉപകാരപ്പെടാൻ MLA വാങ്ങി നൽകിയ ആംബുലൻസ് തുരുമ്പെടുത്ത് നശിക്കുന്നു. തിരുവനന്തപുരം കൊല്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഡ്രൈവർ ഇല്ലാത്തതിനാൽ 25 ലക്ഷത്തോളം രൂപ വില വരുന്ന ആംബുലൻസ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. റിനു ശ്രീധർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്കാണിനി ആനയെ വാങ്ങാം, തോട്ടി വാങ്ങാൻ പണമില്ല. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കൊല്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഞാനുള്ളത്. ഇവിടെ എത്തുമ്പോൾ എൻ്റെ കണ്ണിലൊരു വാഹനം മുടക്കി. ശ്രീ CK ഹരീന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് 2020-21 വർഷത്തിൽ വാങ്ങിയ ആംബുലൻസ്. മഴയും വെയിലും കൊണ്ട് ഉപയോഗശൂന്യമായ നിലയിൽ ഈ ആശുപത്രിക്ക് മുന്നിൽ ഈ വാഹനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. MLA ഫണ്ടിൽ നിന്ന് ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ആംബുലൻസ് ഈ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിയത്. പക്ഷേ ഈ ആംബുലൻസ് ഓടിക്കാൻ ഡ്രൈവറില്ല. ഡ്രൈവറെ നിയമിച്ചാലോ നൽകാൻ പണവുമില്ല. ഇതാണ് ആംബുലൻസ് ഇങ്ങനെ കിടക്കാനുള്ള കാരണം. ഇതിപ്പോൾ 6 മാസമായി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. 18 വാർഡിനും കൂടെ ചേർന്നിട്ടാണ് MLA ഒരു ഇത്തരത്തിലൊരു ആംബുലൻസ് ഇവിടെ അനുവദിച്ചത്. അപ്പോൾ അതിനെ പ്രവർത്തിക്കാനായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ, അതായത് HMC ആണ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവർക്ക് ഫണ്ടില്ലാത്ത കാരണം, ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്തുള്ള കാരണം കൊണ്ടാണ് ഇതിവിടെ ഒതുക്കിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഈ ആംബുലൻസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കേണ്ടത്. പക്ഷേ അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് HMC പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഇടപെടണം. പഞ്ചായത്താകട്ടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതുമില്ല. 100% പഞ്ചായത്താണ് ഇടപെട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഭരണസമിതിയാണ് ഇതിൽ ഇടപെട്ട് ഈ ഫണ്ടിങ് സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പാടെ അവർ അത് ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു മട്ടം. വണ്ടി ഓടുന്നില്ല, വളരെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നിർബന്ധമായിട്ട് ഓടണം. പെട്ടെന്ന് അത്യാവശ്യം മെഡിക്കലുകളിലും അങ്ങ് കൊണ്ടുപോകാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആയതാണ് ഈ ആംബുലൻസ്. MLA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ വാഹനത്തിൻ്റെ നടത്തിപ്പ് അവകാശം ഗ്രാമപഞ്ചായത്തിനാണ്. തിരഞ്ഞെടുപ്പാണ് വരുന്നത്. നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ ആംബുലൻസാണ്. അടിയന്തരമായി പഞ്ചായത്ത് ഇടപെടണം. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.